നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ യാദൃശ്ചികമായി സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ വിളിക്കാനായി ഫോൺ എടുക്കുമ്പോൾ തന്നെ ഫ്രണ്ട് നമ്മളെ വിളിക്കുന്നത്. അതുപോലെ പുതിയൊരു ഡ്രസ്സ് എടുത്ത് നമ്മൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടും അതേ ഡ്രസ്സ് എടുത്ത് കോളേജിൽ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് തോന്നിപ്പിക്കുന്ന വിശ്വസിക്കാനാവാത്ത 5 കോയിൻസിഡൻസുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആയിരത്തി 1940 ഒരു കപ്പിളിന് ഇരട്ട കുട്ടികൾ പിറന്നു. അന്ന് അവർക്ക് ആ 2 കുട്ടികളെ നോക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ബന്ധുക്കളിൽ കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു കുട്ടിയെ കൊടുത്തു. അതോടൊപ്പം ഈ ഒരു കാര്യം പുറത്താരും അറിയാൻ പാടില്ലെന്നും കുട്ടികൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലെന്നും സത്യം ചെയ്യിപ്പിച്ചിരുന്നു. 2 കപ്പിൾസും സത്യം ചെയ്യിപ്പിച്ച പോലെ കുട്ടികളെ നന്നായി വളർത്തി. എന്നാൽ 40ാമത്തെ വയസ്സിൽ ഒരു ട്വിൻ ബ്രദർ ഈ കഥയൊക്കെ അറിഞ്ഞിട്ട് അവൻ്റെ സഹോദരനെ തേടിപ്പോയി. അപ്പോൾ അവർ രണ്ടുപേരും മീറ്റ് ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം കാര്യങ്ങൾ ഒരേപോലെ ചെയ്തു എന്ന് മനസ്സിലായപ്പോൾ ശരിക്കും അവരുടെ കിളി പോയി എന്ന് തന്നെ പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരുടെയും പേര് ജെയിംസ്, 2 പേരെയും വിളിച്ചിരുന്നത് ജിം. 2 പേർക്കും ജോലി പോലീസിൽ. 2 പേരുടെയും വൈഫിൻ്റെ പേര് ലിൻഡ. 2 പേർക്കും ഒരു ആൺകുട്ടി. ഒരാളുടെ ആൺകുട്ടിയുടെ പേര് ജെയിംസ് ആലൻ, മറ്റേ ആളുടെ കുട്ടിയുടെ പേര് ജെയിംസ് ആലൻ. 2 പേരും ആദ്യത്തെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിരുന്നു. 2 പേരുടെയും രണ്ടാമത്തെ ഭാര്യയുടെ പേര് ബെറ്റി. 2 പേരും ഒരു നായ്ക്കുട്ടിയെ വളർത്തിയിരുന്നു. 2 പേരുടെയും നായ്ക്കുട്ടിയുടെ പേര് ടോയ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കെട്ടുകഥയാണെന്ന് തോന്നാം. എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ദ ജിം ട്വിൻസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ എല്ലാം ഗൂഗിളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഹുവഡ് ഡാഡി ഡാം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഡാമുകളിൽ ഒന്നാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ പല വർഷങ്ങൾ വേണ്ടി വന്നു. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിനിടയിൽ പല അപകടങ്ങളിലായിട്ട് 112 ആളുകൾ മരിച്ചിരുന്നു. ഡാം കെട്ടാൻ ആരംഭിച്ചതിന് ശേഷം ആദ്യം മരിച്ചത് ജോൺ ജി ടിയേണി എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. ഡേറ്റ് 1922 ഡിസംബർ 20. അത് കഴിഞ്ഞ് 112ാമത്തെ ആളായി മരിച്ചത്, അതായത് അവസാനത്തെ ആളായി മരിച്ചത് 1935 ഡിസംബർ 20. കറക്റ്റായിട്ട് 13 വർഷത്തിന് ശേഷം ഒരേ ഡേറ്റിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും മരിച്ചത്. ഇത് നോട്ട് ചെയ്യാനെത്തിയവർക്ക് വളരെയധികം ആശ്ചര്യമുണ്ടായി. പക്ഷേ അവരുടെ പേര് കണ്ടപ്പോൾ ആ ആശ്ചര്യം വളരെയധികം കൂടി. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മരിച്ച ആളുടെ പേര് ജോൺ ജി ടിയേണി, അവസാനം മരിച്ച ആളുടെ പേര് പാട്രിക് ടിയേണി. അതായത് ജോൺ ടിയേണിയുടെ മകനാണ് 13 വർഷത്തിന് ശേഷം അതേ ഡേറ്റിൽ മരിച്ച പാട്രിക് ടിയേണി. 1883 ഹെൻറി എന്ന് പറഞ്ഞൊരാൾ അയാൾ ഗേൾ ഫ്രണ്ടുമായി ബ്രേക്കപ്പായി. ഇത് സഹിക്കാൻ പറ്റാൻ ഗേൾ ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്ത ഗേൾ ഫ്രണ്ടിൻ്റെ ചേട്ടൻ ഇതിനെല്ലാം കാരണം ഹെൻറിയാണെന്ന് പറഞ്ഞിട്ട് ഒരു തോക്ക് കൊണ്ടുവന്ന് ഹെൻറിയെ വെടിവെച്ച ശേഷം അയാളും സ്വയം വെടിവെച്ച് മരിച്ചു. പക്ഷേ ഹെൻറിക്ക് നേരെ പോയ ബുള്ളറ്റ് ഹെൻറിയുടെ കവളിൽ ജസ്റ്റ് ഒന്ന് തട്ടി പുറകിലുണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് കയറി. ഹെൻറി ആ ഒരു സംഭവത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വർഷങ്ങൾ കടന്നുപോയി. 8 വർഷത്തിന് ശേഷം ഹെൻറി ആ മരം മുറിക്കാനായി തീരുമാനിച്ചു. ഇതിനു വേണ്ടി അയാൾ ട്രൈ ചെയ്തെങ്കിലും അയാൾക്ക് അത് മുറിക്കാൻ സാധിച്ചില്ല. അതിനുള്ള കാരണം ആ മരത്തിൻ്റെ ബേസ് വളരെയധികം സ്ട്രോങ് ആയിരുന്നു. അന്നത്തെ കാലത്ത് മരം മുറിക്കാനുള്ള ഒരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരങ്ങളുടെ അടിയിലെല്ലാം ബോംബ് വെച്ച് തകർക്കും, പിന്നീട് അതിൻ്റെ വുഡെല്ലാം വെട്ടിമാറ്റും. ഈ രീതി പിന്തുടരാൻ ഹെൻറി തീരുമാനിച്ചു. ഹെൻറി കുറച്ച് ബോംബുകളെല്ലാം കൊണ്ടുവന്ന് മരത്തിൻ്റെ അടിയിൽ വെച്ച് വളരെയധികം മാറി നിന്നു. ഈ ബോംബ് ബ്ലാസ്റ്റായ സമയത്ത് 8 വർഷങ്ങൾക്ക് മുമ്പ് അതിൽ കയറിയ ബുള്ളറ്റ് തെറിച്ച് ഹെൻറിയുടെ തലയിൽ വന്ന് കയറി. ഹെൻറി അവിടെ മരിച്ചു വീണു. അതായത് ആ ബുള്ളറ്റ് 8 വർഷങ്ങൾ മരത്തിൻ്റെ ഉള്ളിൽ കാത്തിരുന്നു ഹെൻറിയെ കൊല്ലാൻ വേണ്ടി. 1895 അമേരിക്കയിലെ ഓഹിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് 2 കാറുകൾ കൂട്ടിയിടിച്ച് ഒരു അപകടമുണ്ടായി. ഇതിലെന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ വാഹനങ്ങൾ കണ്ടുപിടിച്ച് 9 വർഷമേ അപ്പോൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓഹിയോയിൽ 2 പേർക്ക് മാത്രമാണ് കാറുകൾ ഉണ്ടായിരുന്നത്. ആ കാറുകളാണ് ലോകത്തിലെ ആദ്യത്തെ കാർ അപകടം ഉണ്ടാക്കിയത്. 1975 അറ്റ്ലാന്റിക്കിൽ സ്കൂട്ടർ ഓടിച്ചു വന്ന 17 വയസ്സ് മാത്രം പ്രായമുള്ള ലോറൻസ് എബിൻ എന്നൊരു പയ്യൻ ഓപ്പോസിറ്റ് വന്നൊരു ടാക്സിയുമായി കൂട്ടിയിടിച്ച് റോഡിൽ വെച്ച് തന്നെ മരിക്കുന്നു. ഇത്തരം വാർത്തകൾ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറിൽ വായിക്കാറുണ്ടെങ്കിലും ഇവിടെ ഒരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നടക്കുന്നതിന് കറക്റ്റ് 1 വർഷം മുമ്പ് എബിൻ ഓടിച്ചു വന്നിരുന്ന അതേ സ്കൂട്ടർ ഓടിച്ച് എബിൻ്റെ ചേട്ടനും അതേ റോഡിൽ വെച്ച് തന്നെ ഒരു ടാക്സിയുമായി കൂട്ടിയിടിച്ച് മരിച്ചിരുന്നു. നിങ്ങൾക്ക് ഇത് വളരെയധികം ആശ്ചര്യമായി തോന്നുന്നില്ലേ? പക്ഷേ ഈ കേസ് ഇവിടെയും തീരുന്നില്ല. ഈ കേസ് കോർട്ടിലെത്തുമ്പോഴാണ്
എബിൻ്റെ അച്ഛൻ ആ ടാക്സി ഡ്രൈവറെ മീറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു കാര്യം കൂടി പുറത്തറിയുന്നത്. അതായത് മുന്നത്തെ വർഷം ലോറൻസ് എബിൻ്റെ ചേട്ടൻ്റെ മരണത്തിന് കാരണമായ അതേ ഡ്രൈവറും അതേ വണ്ടിയും തന്നെയാണ് ലോറൻസ് എബിൻ്റെ മരണത്തിനും കാരണമായത്. അതേ വയസ്സ്, അതേ സ്കൂട്ടർ, അതേ റോഡ്, അതേ ടാക്സി, അതേ ഡ്രൈവർ. ഇന്ന് നമ്മൾ ഈ കണ്ട കോയിൻസിഡൻസുകളിൽ പലതും നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എനിക്കും ആദ്യം വിശ്വസിക്കാനായില്ല. നിങ്ങൾ നേരെ ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സത്യമാണെന്ന് മനസ്സിലാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇതേപോലുള്ള വീഡിയോകൾക്കായി E4M എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.